തിരുവനന്തപുരം മേയറാവാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അതിനുശേഷം പാർട്ടിയുമായി ചെറിയ അകൽച്ചയിലാണോ ശ്രീലേഖ? ഇത് സ്വാഭാവികമല്ലേ. മേയറാവാനായിട്ട് എല്ലാം റെഡിയായിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥാനമാറ്റം വരുമ്പോൾ ചെറിയൊരു വിഷമം കാണും. പിന്നെ അത് പത്രമാധ്യമങ്ങൾ അതിനെ പെരുപ്പിക്കുന്നുമുണ്ട്. അവരുടെ വീട്ടിൽ പോയി അവരുടെ അടുത്ത ആൾക്കാരോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ അതിനെ പെരുപ്പിച്ചും കാണിക്കുന്നുണ്ട് നമ്മുടെ മീഡിയ. തൻ്റെ എല്ലാ അഭിപ്രായ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്ന അതിൻ്റെ പേരിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വി രാജേഷിനോ ഇപ്പോഴുള്ള ആശാനാഥിനോ ഒരാശംസ അതിലില്ല. ആശംസയില്ല. അത് തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞത്, അവർക്കൊരു വിഷമം കാണും. കാരണം തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കൂടെയാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന സന്ദർഭങ്ങളിലൊന്നും നിഷേധിച്ചിട്ടുമില്ല BJP. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഏതാണ്ട് അവരാണെന്ന് ഉറപ്പിക്കുന്ന വിധത്തിൽ, ശ്രീരേഖ തന്നെയാണ് തിരുവനന്തപുരത്തെ മേയർ എന്ന് ഉറപ്പിക്കുന്ന വിധത്തിൽ പല പ്രസ്താവനകളും പലരുടെയും പിന്നെ വാക്കുകളിൽ നിന്നും അടർത്തിയെടുത്തുമൊക്കെ നമ്മൾ കേട്ടതാണ്, ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും. അപ്പോൾ അണിയറ നീക്കങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വളരെയധികം വ്യാപിച്ചു. അത് പത്രമാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോട് കൊടുക്കുകയും കൂടെ ചെയ്തപ്പം ഏതാണ്ട് അത് ഉറപ്പിക്കപ്പെട്ടു. ആ രീതിയിൽ നിന്നിട്ട് പെട്ടെന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവാം. അത് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശ്രീരേഖ IPS ഓഫീസർക്ക് DGP എന്നുള്ള നിലയിൽ ഭരണപരിചയമുണ്ട്, സർക്കാർ കാര്യങ്ങൾ നോക്കാനറിയാം, സത്യമാണ്. പക്ഷേ രാഷ്ട്രീയപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ വിഷമമുള്ള ഒരു ഞാണിന്മേൽ കളിയാണ് തിരുവനന്തപുരത്തെ 50 സീറ്റിൽ മാത്രം നിൽക്കുന്ന BJP മേയർ. അത് 51 എന്ന് പറയുന്ന ഒരാളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, പാറ്റൂർ രാധാകൃഷ്ണൻ്റെ പിന്തുണ കിട്ടിയിട്ടുണ്ട് കണ്ണമൂല വാർഡിലെ കൗൺസിലറിൽ നിന്നും. പക്ഷെ അതുപോലും പിന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ, രാധാകൃഷ്ണനെ മെയ്വഴക്കത്തോടു കൂടി കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതിന് നിരവധി ജോലികളുണ്ട്. കാരണം ഈ ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ പിന്നിൽ എല്ലാവരും ചെല്ലും, മറ്റ് മുന്നണികളെല്ലാം ചെല്ലും. ഇനി ഇതിന് പുറമെ വേറെ ആരെങ്കിലും ഇതിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതും നോക്കും. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഈ 50 എന്ന ഒരൊറ്റ സംഖ്യ കൊണ്ട് മാത്രം അവർക്ക് നിന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ പേര് എപ്പോഴും പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 62 ആയിരുന്നപ്പം 72 സീറ്റിൽ നിന്നപ്പോൾ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് പിന്നെ അത് സേഫ് ആക്കാനായിട്ട് മുമ്പ് നമ്മുടെ PC ജോർജിൻ്റെ നേതൃത്വത്തിൽ നടന്ന കളി അറിയാമല്ലോ. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര MLA ശെൽവരാജനെ ഇപ്പുറത്തേക്ക് ചാടിച്ചു കൊണ്ടുവന്ന് ഒക്കെ നിർത്തി ആണ് ആ മന്ത്രിസഭ കൊണ്ടുപോയത്. അല്ലെങ്കിൽ വലിയ പാടാണ്. കാരണം ഇതിപ്പം കറക്റ്റ് ഒരു സീറ്റിൻ്റെ വ്യത്യാസം പോലും ഇല്ല. 51 ആണെങ്കിലും കുഴപ്പമില്ല. ഈ 51 BJPക്കാരാണ് ജയിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. അവർ 51 പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഒരിക്കലും കാല് വാരുകയോ ചെയ്യില്ല. BJP ഓഫർ നൽകിയിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കാൻ തീർച്ചയായിട്ടും ഓഫർ ഉണ്ടാവും. ആ ഓഫർ അവർ അംഗീകരിക്കുമോ എന്നുള്ളത് ഇനി അറിയില്ല. കാരണം വലിയൊരു രാഷ്ട്രീയ യുദ്ധത്തിന് ഇനിയും ഇറങ്ങേണ്ടത് അവർക്ക് പറ്റുമോ? അവർ ഇറങ്ങിയാൽ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് K മുരളീധരനും പ്രശാന്തും, ഇപ്പോഴത്തെ നിലവിലെ MLA VK പ്രശാന്തുമാണ് മത്സരിക്കുന്നതെങ്കിൽ അതൊരു വലിയ ദ്വന്ദ്വയുദ്ധത്തിന് പോകുന്ന പരിപാടിയാണ്. ജയിച്ചുകൂടായികയില്ല. കാരണം രണ്ടുപേരും നല്ലപോലെ CPM-ഉം കോൺഗ്രസും നല്ലപോലെ വോട്ട് പിടിക്കുകയാണെങ്കിൽ BJPക്ക് ഉള്ള വോട്ട് പിടിച്ചാൽ അവിടെ ജയിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് DGP ആയിരുന്ന ശ്രീരേഖ തയ്യാറായാൽ ഒരുപക്ഷെ അത് നല്ലൊരു നീക്കമായിരിക്കും. എന്നാൽ തന്നെ പിന്നെ അടുത്തത് ശാസ്തമംഗലം വാർഡ് ഒഴിയുകയാണ്. ശാസ്തമംഗലം വാർഡിലേക്ക് പിന്നെ ഒരു ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷനിൽ പിന്നെ BJP സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു വരണം. അപ്പോൾ അവിടെ ഇപ്പോൾ ശ്രീരേഖയ്ക്ക് നല്ല വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി, 700-ന് അടുപ്പിച്ച് വോട്ട് കിട്ടി, 670 കൊണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അടുത്ത ആളിന് അതുപോലെ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രഗത്ഭനെ അവിടെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ള വേറൊരു വൈതരണി BJP ഫേസ് ചെയ്യുന്നു. പാർട്ടിയുമായി അങ്ങനെ മേയർ സ്ഥാനം നൽകാത്തതിന് കാരണം അങ്ങനെയാണ്, പാർട്ടിയുമായി അങ്ങനെ അധിക ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് പോകാനും വലിയ ബുദ്ധിമുട്ടുമില്ലല്ലോ. അല്ല, അത്തരത്തിലൊന്നും അവരൊരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വേറൊരു പാർട്ടിയിൽ പോവുകയോ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയൊന്നും ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. അവർക്കറിയാം അതിൻ്റെ പ്രസക്തി എന്താണ്. ഇത് എങ്ങനെയാണ് നരേന്ദ്രമോദി അമിത്ഷായും തിരുവനന്തപുരത്തെ
മേയർഷിപ്പിനെ കാണുന്നത് എന്നുള്ളത്. തിരുവനന്തപുരത്തെ മേയറുടെ സ്ഥാനം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയനോ ഒന്നുമല്ല അതിന് കാവൽ നിൽക്കുന്നത്. അതിന് കാവൽ നിൽക്കുന്നത് അമിത്ഷായും മോദിയുമാണ്. തെക്കേ ഇന്ത്യയിൽ അവർ നട്ടിരിക്കുന്ന ഒരു വലിയ താമരക്കുളമാണ് തിരുവനന്തപുരം. അത് കുളമാക്കാൻ തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ. അവിടെ ഒരു വനിത വരണമെന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയപ്പോൾ അദ്ദേഹവും അത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ശ്രീരേഖയ്ക്ക് നിൽക്കാവുന്ന ഏറ്റവും നല്ലൊരു താവളത്താണ് അവർ നിൽക്കുന്നത്. ഒരു മുൻ DGPമാർക്കും IPS ഓഫീസർമാർക്കും IAS ഓഫീസർമാർക്കും ഒന്നും കൊടുക്കാത്ത ഒരു പ്രാധാന്യം അവർ കൊടുക്കുകയും ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഒരു 60 സീറ്റിൽ BJP ജയിച്ചിരുന്നെങ്കിൽ ശ്രീരേഖയായിരുന്നേനെ ഇവിടുത്തെ മേയർ, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. എപ്പോൾ വേണോ ഒരാളുടെ പിന്തുണയിൽ നിൽക്കുന്ന ഒരു മന്ത്രിസഭ, ഒരു മേയർഷിപ്പ് എന്ന് പറയുന്നത് ത്രിശങ്കൂലാണ്. അത് കൊണ്ടുപോകേണ്ടത് രാജേഷിനെ പോലുള്ള ഒരു മെയ്വഴക്കമുള്ള ആളിനെ പറ്റുള്ളൂ. രാജേഷിൻ്റെ പിന്നിൽ മറ്റു പല വലിയ ശക്തികൾ നിൽക്കുന്നത് കൊണ്ട് കൂടെയാണ് രാജേഷിന് അത് കൊണ്ടുപോകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത്ര ഈസിയൊന്നുമല്ല. തിരുവനന്തപുരത്ത് പത്മനാഭൻ കിടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം, അറിയാമല്ലോ. കാലുവാരാൻ ആർക്കും മടിയില്ലാത്തൊരു സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോൾ അവിടെ നിലനിന്ന് പോവുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് രാജേഷ് കുറച്ച് മേവഴക്കമുള്ള ആളാണ്. കഴിഞ്ഞ 5 വർഷം അവിടെ നഗരസഭയിൽ കിടന്ന് നരകം അനുഭവിച്ച ആളാണ്. മേയർ ആര്യ രാജേന്ദ്രൻ്റെ തേർവാഴ്ചയ്ക്ക് എതിരെ പയറ്റി നിന്ന ആളാണ്. അതിന് അവിടെ നടന്ന അഴിമതികളെല്ലാം പുറത്തു കൊണ്ടിരുന്നതിനൊക്കെ ആയിട്ട് സമരം ചെയ്ത ആളാണ്. അയാൾക്ക് കുറേ മെയ്വഴക്കമുണ്ട്. അയാളായിരിക്കും ഇപ്പോൾ യോഗ്യൻ എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചതിൽ തെറ്റു പറയാൻ നമുക്കൊരിക്കലും കഴിയില്ല. കാരണം അത്രയ്ക്ക് പ്രതിസന്ധികളുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. നമ്മളിപ്പോൾ കണ്ടില്ലേ ഇത്. അല്ല, അത് പറയാതെ പറഞ്ഞ് മത്സരിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേയറായി ശ്രീലേഖ വരുന്നത്. അതെ, അത് അല്ല, പാർട്ടിക്ക് ഒരുപാട് സ്ട്രാറ്റജികൾ കാണുമല്ലോ. ഇപ്പം LDFനായാലും കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നൊക്കെ മുദ്രാവാക്യം വന്നില്ലേ. അവസാനം അത് കഴിഞ്ഞപ്പം സംഗതി മാറി. ഇതുപോലെ തന്നെയായിരുന്നു മുമ്പ് പല നേതാക്കളുടെയും കാര്യം. ഒരിടയ്ക്ക് പറഞ്ഞു 2019 ചിലപ്പോൾ പിന്നെ നമ്മുടെ ശൈലജ ടീച്ചറായിരിക്കും ഇനി വരുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ. അതൊക്കെ പാർട്ടിക്കകത്തും പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ചില ഇതുപോലെ വന്നിരിക്കും. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകതയാണോ വനിതകളെ അധികാരസ്ഥാനത്ത് കൊണ്ടുവരില്ല എന്നത്? അല്ല, വനിതകളെ അധികാരസ്ഥാനത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് റിസർവേഷൻ സീറ്റിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, അടുത്തുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് കാണുന്നുണ്ടല്ലോ. അതെ, അവിടെയൊക്കെ എന്താണ്, ഇപ്പം ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായി. അത് റിസർവേഷൻ സീറ്റിൽ വന്ന വനിതയല്ല. റിസർവേഷൻ സീറ്റിൽ MLA ആക്കാം, റിസർവേഷൻ സീറ്റിൽ മന്ത്രിയാക്കാം, റിസർവേഷൻ സീറ്റിൽ മുഖ്യമന്ത്രിയാക്കാൻ ബുദ്ധിമുട്ടാണ്, റിസർവേഷൻ സീറ്റിൽ പ്രധാനമന്ത്രിയാക്കാനും ബുദ്ധിമുട്ടാണ്. ഇന്ദിരാഗാന്ധി റിസർവേഷൻ സീറ്റിലല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. ആ ഒരു അവസരമായിരുന്നല്ലോ BJPക്ക് ഇപ്പോൾ നഷ്ടമായത്. റിസർവേഷൻ സീറ്റല്ലല്ലോ ഏത് ഇപ്പോൾ മേയർ സ്ഥാനം. അല്ല, ആ റിസർവേഷൻ സീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റിസർവേഷൻ സീറ്റ് അല്ല പറഞ്ഞത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് വെക്കുന്ന റിസർവേഷൻ. ഇപ്പം റിസർവേഷൻ ഭരണഘടനയിലുള്ളതാണെങ്കിൽ വെച്ചേ പറ്റുള്ളൂ. ഇപ്പം വനിതയ്ക്കാണ് സംവരണം ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരേഖ IPSന് പകരം വേറൊരാളെ അവർ ഉദ്ദേശിക്കുകയില്ലായിരുന്നു. പക്ഷേ അല്ല, അത് സാർ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണല്ലോ, ഗൗരി അമ്മയോട് എന്താണോ CPM ചെയ്തത് അത് തന്നെയാണല്ലോ ശ്രീരേഖയോട്. ഗൗരി അമ്മയോട് അതാണ് ഞാൻ പറഞ്ഞത്. അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളുണ്ട്. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഇത്തരം കാര്യം. ഗൗരി അമ്മ മുഖ്യമന്ത്രി ആയാൽ പിന്നെ കണ്ണുമൂക്കുമില്ലാതെ സംസാരിക്കുന്ന ആളാണ്. ചിലപ്പോൾ ആ മന്ത്രിസഭയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഘടകകക്ഷികളെ മുഴുവൻ നിലനിർത്താൻ ചിലപ്പം അവർക്ക് കഴിഞ്ഞില്ലെന്ന് വരും. അതിന് മെയ്വഴക്കമുള്ള ഒരു നായനാരാണ് അന്ന് യോഗ്യനായിരുന്നത്. അതുകൊണ്ടാണ് EMS ഉൾപ്പെടെയുള്ളവർ അന്ന് അങ്ങനെ തീരുമാനമെടുത്തത്. കേരളത്തിൽ അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു വനിതാ നേതാവ് ഉണ്ടായിട്ടില്ല അല്ലേ മികച്ചതായി? വനിതാ നേതാവ് ഉണ്ടാവണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി ആയിരിക്കണം. എന്ന് വെച്ചാൽ ജയലളിതയെ പോലെ എൻ്റെ MLAമാർ ഇത്രയും പേരെ ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരാൾ. അല്ലെങ്കിൽ മമതാ ബാനർജിയെ പോലെ എൻ്റെ MLAമാരെ ഞാനായിരിക്കും സൃഷ്ടിച്ചെടുക്കുന്നതെന്ന്, തൃണമൂലിൻ്റെ ചിഹ്നം കൊടുത്ത് ഞാനായിരിക്കും അവരെ കൊണ്ടുവരുന്നതെന്ന് നിശ്ചയിക്കാൻ കഴിയുന്ന ഒരാൾ. ഇതൊന്നുമില്ലെങ്കിൽ മായാവതിയെ പോലെ UPയിൽ എല്ലാവർക്കും ആന ചിഹ്നം കൊടുത്തിട്ട് അവരെ ജയിപ്പിച്ച് ഞാനായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി വനിത വരുമ്പോഴേ ഇവിടെ വനിതാ മുഖ്യമന്ത്രിക്ക് പ്രസക്തിയുള്ളൂ. അത് പക്ഷേ ആദ്യം വരാൻ ചാൻസ് ചിലപ്പോൾ LDFിൽ നിന്നുമായിരിക്കും. കാരണം LDFന് വനിതയായാലും അവർക്ക് ആ വനിതയുടെ മികവിനൊപ്പം പാർട്ടിയുടെ ഒരു ഒന്നും കൂടെ പലപ്പോഴും കിട്ടും. അപ്പം അതിന് ചാൻസ് കൂടുതൽ വനിതയ്ക്ക് കൂടുതൽ ചാൻസ് LDF ആണ്.
പിന്നീട് ഭാവിയിൽ അത്തരത്തിലുള്ള വനിതാ രത്നം ഉണർന്നു വന്ന് കേരളത്തിലെ 140 മണ്ഡലത്തിലും മാഡം ഉള്ളതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നു, ഈ അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നു എന്ന് പറയാൻ തക്ക ഒരു വനിത എന്ന് വരുന്നു, അന്നേ വനിതയ്ക്ക് ഇവിടെ മുഖ്യമന്ത്രിയാവാൻ പറ്റൂ. അങ്ങനെയുള്ള വനിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മേയറായാലും നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആരെങ്കിലും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിൽ വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. MLA ആക്കാം, കൗൺസിലർ ആക്കാം, പിന്നെ നമ്മൾ മേയറും ആക്കാം. ഇതുപോലെ റിസർവേഷൻ സീറ്റാണെങ്കിൽ നമുക്ക് മേയറും ആക്കാം. അല്ലാതെ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നിടത്ത്, വളരെ ഡിസിസീവായിട്ട് നിൽക്കുന്നിടത്ത്, ഒരു സീറ്റിൻ്റെ ബാലൻസിൽ ഒരു സീറ്റും ഇല്ല, ഒരു സീറ്റ് വേറൊരാളിൽ നിന്ന് കടമെടുത്ത് ആ കടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു മേയർഷിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ദിവസമല്ല, 365 ദിവസമല്ല, മനസ്സിലായില്ലേ? നമുക്കിത് 1675 ദിവസം കൊണ്ടുപോകേണ്ടതാണ്. വലിയ പാടാണ്. അതിന് നല്ല മെയ്വഴക്കവും കരുത്തും ഒക്കെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.